കാസർഗോഡ് ചിറ്റാരിക്കലിൽ വ്യാജ ചിട്ടിയുടെ പേരിൽ എസ്.ടി ഉന്നതികളിൽ പണപ്പിരിവ് നടത്തിയ വ്യക്തിയെ നാട്ടുകാർ പിടികൂടി. ഇയാളെ പോലീസിന് കൈമാറി. നിരവധി എസ്.ടി കുടുംബങ്ങൾ തട്ടിപ്പിന് ഇരയായെന്നാണ് സൂചന. അഞ്ച് കുറി അടിച്ചു നറുക്കെടുത്തു താങ്കൾ അവകാശപ്പെടുന്നുണ്ട്. ഈ 5 കുറി നറുക്ക് വീടിൽ ഒരാളുടെ നമ്പറും പേര് വിവരങ്ങളും താങ്കൾക്ക് തരാൻ സാധിക്കില്ല. ഇപ്പൊ പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് അപ്പൊ താങ്കൾ പറയുന്നു 5 നറുക്ക് ഞാൻ എടുത്തു എന്ന് പറഞ്ഞു. ഞങ്ങളോട് തന്നെ പറഞ്ഞു 5 നറുക്ക് എടുക്കുന്നു. 5 നറുക്ക് എടുത്തതിൽ ഒരാളുടെ പേര് വിവരങ്ങൾ നമുക്ക് തരാൻ പറ്റില്ല. നിയമത്തിന്റെ അല്ല ചോദിക്കുന്നത്. ഈ 5 പ്രാവശ്യം നറുക്കെടുത്തതിൽ ഒരാളുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതിപ്പോ പറയാൻ പറ്റില്ല. ഈ സ്ഥാപനം ഞങ്ങൾ അന്വേഷിക്കും. മികച്ച സ്ഥാപനം നിലവിലില്ല. ഇത് ലൈസൻസ് ഉള്ള സ്ഥാപനമാണോ അല്ലേ? ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ട്. എവിടെ? മലപ്പുറത്തല്ല. ഇത് നിങ്ങൾ ഹോം അനശ്വര ഹോം ചെറുപുഴ എന്നാണ്. അയ്യപ്പ ക്ഷേത്രത്തിന് സമീപം ചെറുപുഴ. അഡ്രസ് അല്ല. ഞങ്ങൾക്ക് കട അവിടെ ഇല്ല. ഞങ്ങൾ അന്വേഷിക്കും. ഈ നമ്പർ ചോദ്യം ചെയ്യുന്ന ആളുകൾ ചോദ്യം ചെയ്യുന്ന ദൃശ്യമാണ് കാണുന്നത്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, എത്ര കാലമായി എത്ര ആളുകളെ പറ്റിച്ച് എത്ര രൂപ ഇയാൾ തട്ടിയിട്ടുണ്ട്? ഏത് ഘട്ടത്തിലാണ് പിടിക്കപ്പെടുന്നത്? കാസർഗോഡ് ചിറ്റാരിക്കാൽ കേന്ദ്രീകരിച്ചാണ് ഏറെ മാസങ്ങളായി ഈ തട്ടിപ്പ് സംഘം പ്രവർത്തിച്ച് പോന്നിരുന്നത്. കണ്ണൂർ ചെറുപുഴ ഉള്ള അനശ്വര ഹോംമേഡ്സ് എന്ന സ്ഥാപനം നടത്തുന്ന ചിട്ടി എന്നുള്ള രീതിയിലാണ് ഈ ഉന്നതികളിലടക്കം കടന്നു വരുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് ഓരോ ആഴ്ചയും പണം കൃത്യമായി ശേഖരിക്കുന്ന രീതിയിൽ ഉള്ള ഒരു തട്ടിപ്പ് നടത്തി വന്നിരുന്നത്. എന്നാൽ പിന്നീട് ഇടക്കാലത്ത് ഈ രീതിയിൽ ആളുകൾക്ക് കൃത്യമായ രീതിയിലുള്ള ഗ്രഹോപകരണങ്ങളോ അല്ലെങ്കിൽ ഒന്നും തന്നെ ലഭിക്കാതെ വന്നതോടെ കൂടി നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് അല്ലെങ്കിൽ പരിശോധനയിലാണ് ഇങ്ങനെ ഒരു സ്ഥാപനം കണ്ണൂർ ചെറുപുഴയിൽ പ്രവർത്തിക്കുന്നേയില്ല എന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് അവിടെ കളക്ഷനായി എത്തിയ ഏജന്റുമാരെ അടക്കം നാട്ടുകാർ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഈ തട്ടിപ്പിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നത്. മലപ്പുറത്തുള്ള ഒരു സ്ഥാപനത്തിന്റെ പേരും വിലാസവും അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് സംഘം നിലവിൽ ഈ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയത്. ഇപ്പോൾ നാട്ടുകാർ ചിറ്റാരിക്കാൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ഇടപെട്ടതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ തട്ടിപ്പ് നടത്തിയ ആളുകൾ തങ്ങൾ ആളുകളിൽ നിന്ന് ശേഖരിച്ച ശബ്ദത്തിൽ വ്യക്തത കുറവുണ്ട്. എസ്.ടി ഉന്നതികളിലാണ് ഇത്തരത്തിൽ വ്യാജ ചിട്ടിയുടെ പേരിൽ അവരിൽ നിന്ന് പണം പിരിച്ച് തട്ടിപ്പ് നടത്തിയത്.